ഹരിയോടൊപ്പത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ദൈവങ്ങളുടെ കഥകളുമൊക്കെ ഈ TV ചാനലുകളിൽ സീരിയലുകളായി വരുന്നുണ്ട്. പൊതുവെ അവയ്ക്കൊക്കെ നല്ല റേറ്റിംഗ് ആണുള്ളത്. പക്ഷേ ഈ മൂലഗ്രന്ഥത്തിലുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കഥകളും കഥകളും ഒക്കെ കൂട്ടിച്ചേർത്ത് പ്രേക്ഷകരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവ പലതും ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് ഭാരതീയ പൈതൃകത്തെ തെറ്റായ രീതിയിൽ വരും തലമുറ മനസ്സിലാക്കാൻ ഇടവരുത്തുമെന്നൊരു ആരോപണമുണ്ട്. ഇതേക്കുറിച്ച് എന്താണ് ഹരിയുടെ ഒരു അഭിപ്രായം? പുരാണങ്ങളെ ഇതിഹാസങ്ങളെയൊക്കെ പുതിയ രീതിയിൽ വ്യാഖ്യാനങ്ങൾ നടത്തി മാറ്റങ്ങൾ വരുത്തിയത് ഒരുപക്ഷെ ഇന്നും ഇന്നലെ അല്ലെങ്കിൽ സീരിയലിലോ സിനിമയിലോ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളുടെയൊന്നും പഴക്കം എത്ര കാലഘട്ടം നമുക്ക് പറയാൻ കഴിയില്ല. ഇത് ഒരുപക്ഷെ 2000, 3000, 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ആദ്യത്തെ ഗ്രന്ഥത്തിൽ നിന്ന് അതിനുശേഷം പലരും ഇതിനെ വ്യാഖ്യാനിച്ച് ഇന്ന് എത്തി നിൽക്കുമ്പോൾ ആദ്യത്തിലെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ മൂല ചിന്തയിൽ നിന്ന് എന്തുമാത്രമൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം വ്യാഖ്യാനിക്കുന്നവരെല്ലാം അവരുടേതായിട്ടുള്ള ചിന്തയും ബുദ്ധിയും അതിൽ ചേർത്ത് പറയുകയാണ്. തീർച്ചയായിട്ടും കഥകൾ ആണ് ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടം. അവർക്ക് സത്യത്തെ, ഏത് ജനത്തിനും സത്യത്തേക്കായാലപ്പോഴേക്ക് ഹിസ്റ്ററി എന്നുള്ളത് പോലും പലപ്പോഴും കഥയായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലത്തിൽ ഇന്നത് നടന്നത് വെറുതെ പറഞ്ഞാൽ, കൊറോണ 2018 അല്ലെങ്കിൽ 2020 കൊറോണ ഉണ്ടായി എന്നുള്ളത് വെറുതെ പറഞ്ഞാൽ നാളത്തെ തലമുറ അതെങ്ങനെ കേൾക്കും എന്ന് നമ്മളൊന്ന് സ്വപ്നം കണ്ടു നോക്കൂ. അനുഭവിച്ചിട്ടുള്ള നമ്മൾ ഇന്നൊരു കഥ എഴുതുകയാണ്. കൊറോണ കാലഘട്ടത്തെപ്പറ്റി ഒരു കഥ നമ്മളിന്ന് എഴുതുകയാണ്. ഇന്ന് നമ്മൾ കഥ എഴുതുമ്പോൾ തന്നെ അതിൽ കുറേ പൊടുപ്പും തൊങ്ങലും നമ്മൾ തീർച്ചയായിട്ടും വെറും 3-4 വർഷം മുമ്പ് നടന്നൊരു സംഭവത്തെ ഇന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൽ തന്നെ നമ്മൾ തീർച്ചയായിട്ടും കുറേ പൊടുപ്പും തൊങ്ങലും നമ്മൾ ചേർക്കും. അന്ന് അനുഭവിച്ചതിനേക്കാളും ഒരു 10% എഴുതുന്ന ആളുടെ ഭാവന അതിൽ തീർച്ചയായിട്ടും എഴുതിയുണ്ടാക്കും. ആ 10% ഇന്ന് എഴുതാത്ത കഥയെ, ഇന്ന് നമ്മൾ എഴുതി വയ്ക്കുന്ന കഥയെ 10 വർഷം കഴിഞ്ഞ് വേറൊരാൾ അതിനെ വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാനം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. വീണ്ടും അത് കഴിഞ്ഞൊരു 10 വർഷങ്ങൾ കഴിഞ്ഞ് വേറൊരാൾ ഈ വിഷയത്തെ വ്യാഖ്യാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ വ്യാഖ്യാനങ്ങൾ, ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നിശ്ചിത ശതമാനം ഓരോ എഴുത്തുകാരുടെയും അവരുടെ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടാണ് വന്നത്. ഇതേപടി വളരെ പൗരാണിക കാലത്തിലുള്ള ഒരു രാമായണവും മഹാഭാരതത്തെ എടുത്ത് സിനിമയിലേക്കും അതിലെ ഓരോ കഥാപാത്രങ്ങളെ എടുത്ത് വീണ്ടും വേറെ കഥകളാക്കിയപ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, രാമായണം എന്ന കഥയിൽ ഉള്ള കഥാപാത്രങ്ങൾ ആ കഥയുടെ ഫ്ലോ അനുസരിച്ച് അവസാനം വരെ പോവുകയാണ്. പക്ഷേ ആ രാമായണത്തിലെ കഥാപാത്രങ്ങളായിട്ടുള്ള ഹനുമാനെ പറ്റിയും ബാലിയെ പറ്റിയും സുഗ്രീവനെ പറ്റിയും ലക്ഷ്മണനെ പറ്റി എന്ന് വേണ്ട, എല്ലാ കഥാപാത്രങ്ങളെ പറ്റിയും പ്രത്യേകം വേറെ സ്റ്റോറികൾ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, മഹാഭാരതത്തിലെ പാണ്ഡവരിൽ ഭീമൻ്റെ ഭാഗത്ത് അല്ലെ ഭീമൻ്റെ ചിന്തയിൽ നിന്ന് എഴുതിയ 2-ാം ഊഴം ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക. കാരണം അത് വേറൊരു ആംഗിളിൽ നിന്ന് ഒരു കഥാകൃത്ത് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഓരോ തരത്തിലുള്ള വ്യാഖ്യാനം വരുമ്പോൾ ഇതിൽ യഥാർത്ഥ കഥാപാത്രങ്ങൾ വേറെ വലിയ എന്താ പറയുക ബിംബങ്ങളായിട്ടോ അല്ലെങ്കിൽ വേറെ രീതികളായിട്ടോ ഒക്കെ മാറിപ്പോകും. നമ്മളെങ്ങനെ ഇതിനെ കാണണം എന്ന് നമ്മുടെ പ്രധാന ചിന്തയാണ്. പ്രാഥമികമായിട്ടുള്ള കഥയെ ആ കഥയിൽ കൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടിവരിക. ഒരിക്കലും ഒരു ക്രിയേഷൻ എന്നുള്ളത് അത് ക്രിയേറ്ററുടെ ഇഷ്ടമാണ്, അയാളുടെ ചിന്തയാണ്. ഒരു സിനിമ സംവിധായകന് അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന് ഒരു കഥയുടെ ഒരു ബീജം കിട്ടിയാൽ അത് കാണുന്ന പ്രേക്ഷകരുടെ മനസ്സ് ഏത് തരത്തിൽ അത് ഇഷ്ടപ്പെടും എന്ന് വിചാരിച്ച് അതിനും അത്യാവസാനം ആ കഥയിലൂടെ പോകുന്ന അവരുടെ ഒരു ആ മനസ്സാണ് ആക്ച്വലി ബാക്കിയുള്ളവർ ആസ്വദിക്കാൻ വേണ്ടി എഴുതുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സീരിയലിൽ എടുക്കുമ്പോൾ ഒരു യുദ്ധം വരുമ്പം ആ യുദ്ധത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട കുറേയേറെ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് നൽകേണ്ട കാര്യങ്ങളൊക്കെ നൽകിയില്ല എങ്കിൽ ഒരിക്കലും ആ സിനിമ വിജയിക്കില്ല. നമ്മളവിടെ സിനിമ കാണുമ്പോൾ സിനിമയായിട്ട് കാണുകയും സീരിയൽ കാണുമ്പോൾ സീരിയലായിട്ട് കാണുകയും പുസ്തകം പുസ്തകമായിട്ട് വായിക്കുകയും അതോടൊപ്പം ഒരു കഥയെ അല്ലെങ്കിൽ വേറുന്നുണ്ട് ഒരു പുരാണത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു മനസ്ഥിതിയിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ
ഇത്തരം കുറ്റങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ലതാണ്. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഹരി പറഞ്ഞതായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ ആദ്യകാലത്ത് എഴുത്തുപോലും ഉണ്ടായിരുന്നില്ല, ഇത് വാമൊഴിയായിട്ടാണല്ലോ അല്ലേ പല തലമുറകൾ പല കാലങ്ങൾ കടന്നു വന്നത്. ഇതിനിടയ്ക്ക് തന്നെ എത്ര കൂട്ടിച്ചേർക്കലുണ്ടാവും, എന്തൊക്കെ ഇതിനകത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലേ. വാമൊഴികളുടെ കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ വരിക. കാരണം വാമൊഴിയോടെ പറയുന്ന ഒരു കഥ അത് കേട്ടെഴുതുന്ന ഒരു എഴുത്തുകാരൻ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് പറയുന്ന അതേപടി ഒരിക്കലും എഴുതില്ല. കാരണം ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ ജീവികൾക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യനും ഒരു പ്രത്യേകത എന്തുണ്ട്? കാരണം ഒരു വിശേഷ ബുദ്ധി, ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഒരു കഥ, ഒരു ചെറിയ സ്റ്റോറി ഞാൻ ഇന്നിപ്പോൾ ഒരാളോട് പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ കൂടെ ഒരു 5% അദ്ദേഹത്തിൻ്റേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ പറഞ്ഞതിന് ശേഷം അടുത്തയാളോട് പറയൂ. അടുത്തയാൾ വേറെ ആളിലേക്ക് മാറ്റുമ്പോൾ വീണ്ടും 5% അവിടെ കൂട്ടിച്ചേർക്കലുണ്ടാവും. ഏറ്റവും അവസാനം ബാക്കി നിൽക്കുന്നത് പരമാവധി പോയാൽ ആദ്യത്തെ 30% ഒഴിച്ച് ബാക്കി മുഴുവൻ കാലഘട്ടങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള വിശേഷ ബുദ്ധിയും നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഗുണം. അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നമുക്കിതിനെന്തിനാണ് സംശയിക്കേണ്ടത് എന്ന് മാത്രം ചിന്തിക്കേണ്ടതുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.